ഒരു ഇരുമ്പ് പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൻ യഥാർത്ഥ ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നത് വിലങ്ങുകൾ നിർമ്മിക്കാനായിരുന്നു. ആ കാര്യമായിട്ട് അയാൾ മലമുകളിലേക്ക് കയറിപ്പോയി. മലമുകളിൽ എത്തിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു പെൺകുട്ടി ഇന്ന് കരയുന്നത് കണ്ടത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയൽ രാജ്യത്ത് നിന്ന് അയൽ നാട്ടിൽ നിന്ന് ആ നാട്ടിലുള്ളവരെ ബന്ദികളാക്കാൻ കുറെ പേര് വന്നു. അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്തിരുന്ന മെത്തേഡായിരുന്നു ചെറിയ അധികം സ്ഫോടക വസ്തു അല്ലാത്ത തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് തെറ്റാര് ചെയ്താലും അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. കർമ്മ ഈസ് എ ബൂമറാങ്. നിങ്ങൾ അളന്നു കൊടുത്ത അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ തൊടുത്ത അമ്പ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. വാളെടുത്തവൻ വാളാൽ തന്നെ നശിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് കർമ്മ. പക്ഷേ ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ കർമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കർമ്മ? ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എന്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ മുൻപ് എപ്പോഴോ ചെയ്തൊരു കാര്യത്തിന്റെ ഫലം പിന്നീട് നിങ്ങൾ അനുഭവിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് നോർമലി നമ്മൾ ഈ കർമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതുകൊണ്ട് നല്ലൊരു പൊസിഷനിൽ എത്തിയ ഒരാൾ, അയാളുടെ ജീവിതത്തെ നോക്കിയിട്ട് നമ്മൾ കർമ്മഫലം എന്നൊന്നും ഒരിക്കലും പറയില്ല. പിന്നെന്താ പറയുക, അധ്വാനത്തിന്റെ ഫലം എന്നൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ കർമ്മഫലം എന്ന് പറയാത്തത്? കാരണം കർമ്മ എന്ന വാക്കിനെ പലപ്പോഴും മറ്റുള്ളവരെ പേടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ മോശം കാര്യത്തിലൂടെ ചെയ്ത് മോശം കാര്യം മാത്രം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ദുഷ്ടത ചെയ്തുകൊണ്ട് അതിലൂടെ പണം സമ്പാദിച്ച് എന്നാൽ സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്ന ഒരാൾ, അയാളെ നോക്കിയിട്ട് ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞേക്കാം അയാൾ ചെയ്തതിനുള്ള ഫലം എന്തെങ്കിലുമൊക്കെ അയാൾ അനുഭവിക്കും, അയാളത് അനുഭവിക്കാതെ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ. അത്തരത്തിലാണ് കർമ്മ എന്ന വാക്കിനെ ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 തരം കാറ്റഗറി ഞാൻ പറഞ്ഞു. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് നേടി മുന്നോട്ട് പോകുന്ന ഒരാൾ, അതായത് നല്ല കർമ്മം ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലം നല്ലതായിട്ട് അയാൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് മോശം കാര്യം ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലമായിട്ട് മോശം കാര്യം ആൾക്ക് തിരിച്ചു വരുന്നു. അതിനൊരു കഥ പറയാം. നോർമലി നമ്മൾ കഥകളിലൂടെയാണല്ലോ ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. കഥ പറയാം. അതായത് ഒരു ഭർത്താവും ഭാര്യയും വിവാഹശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫിൽ എന്താ പറയുക, പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ വന്നു. അതായത് പരസ്പരം അവരുടെ ഇടയിൽ വഴക്ക് നിത്യമായിട്ടുള്ള സംഭവമായി മാറി. അങ്ങനെ വന്നപ്പോൾ ഭർത്താവിന് തോന്നി തുടങ്ങി ഭാര്യയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നൊരു തോന്നി തുടങ്ങി. പക്ഷേ ഭാര്യയുടെ പേരിലാണെങ്കിൽ അത്രയധികം സ്വത്ത് ഉണ്ട്. അത് മോഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കല്യാണം പോലും കഴിച്ചത്. അപ്പം അതുകൊണ്ട് ആ സ്വത്ത് ആൾക്ക് സ്വന്തമാക്കണം, ഭാര്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ഒരു ദുഷ്ടമായ ചിന്ത മനുഷ്യൻ്റെ ആ ഭർത്താവിൻ്റെ മനസ്സിൽ കയറിക്കൂടി. അപ്പോൾ അയാൾ തന്ത്രപരമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. അവരുടെ വീടിനടുത്തുള്ള പൈൻ കാട്ടിലേക്ക് എന്ന് അവർ നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെ നടക്കാൻ പോകുന്നൊരു ദിവസം പെട്ടെന്ന് അയാൾ തൻ്റെ തോക്കെടുത്തിട്ട് ഭാര്യേനെ വെടിവെച്ചു. പക്ഷെ ഭാഗ്യവശാൽ അത് ആ ഭാര്യയുടെ മേത്ത് കൊണ്ടില്ല. തൊട്ടപ്പുറത്തുള്ള ഒരു പൈൻ മരത്തിൻ്റെ മുകളിലാണ് അത് കൊണ്ടത്. രക്ഷപ്പെട്ട ഭാര്യ പിന്നീട് അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് വേറെ എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി. വർഷങ്ങൾ കഴിഞ്ഞു. അയാൾക്ക് പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അയാളുടെ വീട്ടിലത്തെ പൈൻ കാട്ടിലെ ആ മരങ്ങൾ മുറിച്ച് വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ മുറിക്കുവാനായിട്ട് അയാൾ പൈൻ കാടിനുള്ളിലേക്ക് കയറി ഒരു മരം കണ്ടുവച്ചു. ആ മരത്തിന് മഴ കൊണ്ട് വെട്ടി വീഴ്ത്താനായിട്ട് സാധിക്കില്ല, അത്രയും വലിയൊരു മരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്തിരുന്ന മെത്തേഡായിരുന്നു ചെറിയ അധികം സ്ഫോടക വസ്തു അല്ലാത്ത തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് ആ മരം പൊട്ടിച്ച് പിന്നീട് അത് മഴ കൊണ്ട് വെട്ടി കഷ്ണങ്ങളാക്കി വിൽക്കുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതിന് വേണ്ടുന്ന ബോംബുകളൊക്കെ ആ മരത്തിൽ സജ്ജീകരിച്ചു. എന്നിട്ട് ആ ബോംബ് പൊട്ടിച്ചു. പക്ഷെ ആ മരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭാര്യയെ വെടിവെച്ചപ്പോൾ ചെന്ന് തറച്ച ആ ബുള്ളറ്റ് അത് ആ മരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ബോംബ് സ്ഫോടനത്തിൽ ആ ബുള്ളറ്റ് തെറിച്ചു വന്ന് അയാളുടെ നെറ്റിയിൽ തറച്ചു. സ്പോട്ടിൽ തന്നെ അയാൾ മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുഷ്ടമായ പ്രവൃത്തിക്ക് തൻ്റെ ഭാര്യയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് തൊടുത്തുവിട്ട ആ ബുള്ളറ്റ് ആ തോക്കിലെ വർഷങ്ങൾക്കിപ്പുറം അയാളുടെ നെറ്റിയിൽ തന്നെ പതിച്ച് അയാൾ മരിക്കുകയാണ്. അപ്പോൾ ദുഷ്ടമായിട്ടുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അയാൾക്ക് തന്നെ അത് വിനയായി തീർന്നു. അപ്പോൾ നല്ലത് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നല്ലത് സംഭവിക്കുന്നു. എന്നാൽ മോശം ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലം മോശമായി സംഭവിക്കുന്നു. സത്യത്തിൽ ഇത് മാത്രമാണോ കർമ്മ? ഞാനൊരു 2 കാറ്റഗറി കൂടി പറയാം.
ജീവിതത്തിൽ മോശം കാര്യം ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലം നല്ലതായി തീരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ അനന്തരഫലം മോശമായി തീരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ശരി, ഞാൻ ആദ്യത്തെ കാറ്റഗറി എടുക്കാം. അതായത് മോശം കാര്യം ചെയ്യുന്നു, മോശം കർമ്മം, നല്ല കർമ്മഫലം. ഒരു കടക്കണിയിൽപ്പെട്ട ഒരാൾ, രണ്ടാമത്തെ കഥയാണ്. ഇന്ന് ടോട്ടൽ ഒരു 3 കഥയുണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, കടക്കണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ട് മലമുകളിൽ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനാണ് അയാൾ തീരുമാനിച്ചത്. അയാൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മലമുകളിലേക്ക് നടന്നു കയറി. അപ്പോൾ അയാളുടെ കർമ്മം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് ആത്മഹത്യ ചെയ്യാൻ, സ്വന്തം ജീവനെ തന്നെ നശിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു എന്നത് ഒരു മോശം കാര്യമാണ്. ആ കാര്യമായിട്ട് അയാൾ മലമുകളിലേക്ക് കയറിപ്പോയി. മലമുകളിൽ എത്തിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു പെൺകുട്ടി ഇന്ന് കരയുന്നത് കണ്ടത്. ആളെന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ എത്തിയത്. അതായത് പ്രണയ നൈരാശ്യം മൂലം തൻ്റെ ചതിച്ചുപോയ കാമുകനെ ഓർത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് കുട്ടി. പക്ഷെ അവിടെ എത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം ഷെയർ ചെയ്തു. അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി തൻ്റെ പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രശ്നങ്ങളെ അല്ല. അവിടെ നിന്ന് അവർ രണ്ടുപേരും ആത്മഹത്യ എന്നൊരു കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് നടന്നിറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മോശമായിട്ടുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ആ മലമുകളിലേക്ക് കയറിപ്പോയത്. പക്ഷേ ആ കാര്യം അയാളെ കൊണ്ടെത്തിച്ചത് മറ്റൊരു ജീവനും കൂടി രക്ഷിക്കുക എന്നൊരു ദൗത്യത്തിലേക്കായിരുന്നു. അപ്പം മോശം കർമ്മം, കർമ്മഫലം നല്ലത്. ഇനി അവസാനത്തെ കാറ്റഗറിയിലേക്ക് വരാം. അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നല്ല കർമ്മം എന്നാൽ മോശം ഫലം. ഒരു കഥ തന്നെ പറയാം. അതായത് ഒരു രാജ്യത്ത് ഒരു ഇരുമ്പ് പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൻ ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നത് വിലങ്ങുകൾ നിർമ്മിക്കാനായിരുന്നു. അതായത് മറ്റാർക്കും തകർക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിലങ്ങുകൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു അയാളുടെ ജോലി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് അയാളുടെ കയ്യിൽ നിന്ന് വിലങ്ങുകൾ വാങ്ങിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയൽ നാട്ടിൽ നിന്ന് ആ നാട്ടിലുള്ളവരെ ബന്ദികളാക്കാൻ കുറേ പേര് വന്നു. ആ നാടിനെ ആക്രമിച്ച് കീഴടക്കി ആ നാട്ടിലെ എല്ലാവരെയും അവർ ബന്ദികളാക്കി മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. കംപ്ലീറ്റ് മലമുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതെന്തിനാ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് അവരെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാനായിട്ടുള്ളൊരു ഉത്തരവായിരുന്നു. കൈകളിലെല്ലാം വിലങ്ങ് വെച്ച് ഇവർ മലമുകളിലേക്ക് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നാട്ടിലെല്ലാവരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജീവന് വേണ്ടിയിട്ട് പട്ടാളക്കാരോട് കരഞ്ഞ് വീണപേക്ഷിക്കുന്നുണ്ട് അവരെ കൊല്ലരുതെന്ന്. പക്ഷേ ഈ ഇരുമ്പ് പണിക്കാരൻ മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ബാക്കി എല്ലാവരും ഇരുമ്പ് പണിക്കാരനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഞങ്ങളെല്ലാവരും ജീവന് വേണ്ടിയിട്ട് ഇവരോട് കെഞ്ചി കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ താങ്കൾ ചിരിക്കുകയാണോ ചെയ്യുന്നത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ആർക്കും അഴിക്കാൻ പറ്റാത്ത ഒരു വിലങ്ങ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലുള്ള ഈ വിലങ്ങുകളൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് അഴിക്കാൻ സാധിക്കും. അത് കേട്ട വഴിക്ക് എല്ലാവരും അയാളെ ചുറ്റും ഓടിക്കൂടി. അവരെല്ലാവരും എങ്ങനെ രക്ഷപ്പെടാമെന്ന കാര്യം ആലോചിച്ചു. തന്ത്രപരമായിട്ട് മലമുകളിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ ആൾക്കാരുടെയും വിലങ്ങുകൾ അഴിച്ച് അയാൾ മറ്റൊരു വഴിക്ക് അവരെ രക്ഷപ്പെടുത്തി. അവസാനം ഇനിയുള്ളത് അയാളുടെ കയ്യിലുള്ള വിലങ്ങ് മാത്രമായിരുന്നു. അയാൾ അതഴിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അയാൾ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. അതൊരിക്കലും അയാൾക്ക് അഴിക്കാൻ സാധിക്കില്ല. കാരണം അതുണ്ടാക്കിയത് അയാൾ തന്നെയായിരുന്നു. അതൊരിക്കലും അഴിക്കാനുള്ള ടെക്നിക്ക് അയാളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് നല്ലതായിരുന്നു. കാരണം തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും നേടിയെടുത്തൊരു കഴിവാണ് അത്തരത്തിലുള്ളൊരു വിലങ്ങ് നിർമ്മിക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് അയാൾക്ക് തന്നെ അതൊരു വിനയായി തീർന്നു. ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കാം. നല്ലതെന്ന് തോന്നി ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ 4 കാറ്റഗറി ഞാൻ പറഞ്ഞു. ഇതെൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ്. എല്ലാവരും ഇത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതാണ്, നല്ലത് ചെയ്യുന്നു, റിസൾട്ട് നല്ലതാകുന്നു. മോശം ചെയ്യുന്നു, റിസൾട്ട് വളരെ മോശമായി തീരുന്നു. നല്ലത് ചെയ്യുന്നു, എന്നാൽ റിസൾട്ട് കർമ്മഫലം എന്നത് മോശമായി തീരുന്നു. മോശം കാര്യം ചെയ്യുന്നു, കർമ്മഫലം എന്നത് നല്ലതായി തീരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് എപ്പോഴും നല്ലതാക്കി വെക്കാം. ബാക്കി റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. ഒരു പക്ഷേ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ചീത്തയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അതിന് റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നേരിടാനുള്ള ശക്തി ആദ്യമേ തന്നെ മനസ്സിലുണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ചെറിയൊരു ചിന്തയാണ്, പക്ഷേ 3-4 കഥ പറയേണ്ടി വന്നു നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ
ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കുറച്ച് പേര് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് വീഡിയോ നന്നായിട്ടുണ്ടെന്നല്ല, അല്ലാതെ വീഡിയോയിലെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നാളെ ഒരു കാര്യം വിട്ടു. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നുള്ളത്, എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചു. കുറേ പേരായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. നല്ല രീതിയിൽ പോകുന്നു. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ഇതിലിടുന്ന കണ്ടന്റിനനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ ഞാനുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അവിടെ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ആ ബെല്ലൈക്കണും കൂടി തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, സീ യു, ബൈ.